കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനൊരാഗ്രഹം. ഏതായാലും ഒന്ന് തന്നെ. എങ്കിലും അമ്മമാർക്കൊരാകാംക്ഷ ഇല്ലാണ്ടിരിക്കുവോ? എന്നാൽ ആകാംക്ഷ വേണ്ട, കുട്ടിയാണാ. കഴിഞ്ഞ സ്കാനിങ്ങിൽ ഞാനത് അറിഞ്ഞു. ഈ കുഞ്ഞാവ വരുമ്പോ ആന്റിക്ക് മോളോട് ഇതുപോലെ ഇഷ്ടമുണ്ടാവോ? ഇവിടെ ഇരുന്ന് ഇതുപോലെ കളിക്കാനൊക്കെ സമ്മതിക്കോ? അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അല്ല, അതിരിക്കട്ടെ. എല്ലാരും ഉറങ്ങിയോ? ആ, പതുക്കെ ഇവിടെ ഇരിക്കെ. അമ്മേ, എന്താ മോളെ? അല്ല, സ്കാനിംഗ് റിപ്പോർട്ടില് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലേ? അതിപ്പോ എന്തിനാ അറിയുന്നേ? അല്ല, രണ്ടായാലും എനിക്കിഷ്ടമാ, എൻ്റെ നിധിയാ. എങ്കിലും ഒന്ന് വെറുതെ അറിയാൻ വേണ്ടിയാ. എന്താ ഇവിടെ ഒരു സംസാരം? അത് മോള് ചോദിക്കുക, സ്കാനിങ്ങിൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലെന്ന്. അതറിയാൻ എന്തിരിക്കുന്നു, ആൺകുട്ടി ആയിരിക്കും. അത് മാഷ്ക്ക് എങ്ങനെ അറിയാനാ? തനിക്കത് അറിയാൻ പാടില്ലെന്ന് വെച്ച് ഊർമിളയുടെ ശരീരപ്രകൃതിയും ലക്ഷണവും ഒക്കെ വെച്ച് അത് പറയാൻ കഴിയും. ഏതായാലും ഇക്കാര്യത്തിലൊരു സംശയം വേണ്ട, ശ്യാമിനോട് തന്നെ ചോദിക്കാം. ശരിക്കും ഒരു ഡോക്ടർക്ക് അത് പറയാൻ പാടില്ലെന്നാണ് നിയമം. നിയമമൊക്കെ ശരി തന്നെ. ഏതായാലും മോള് പറഞ്ഞപ്പോ എനിക്കും അതറിയാനൊരാകാംക്ഷ. വാ മോളെ. അമ്മേ, ഞാൻ അകത്തേക്ക് വരുന്നില്ല, അമ്മ അന്വേഷിച്ചു വന്നാ മതി. ശരി, എന്നാ മോൾ ഇവിടെ നിൽക്ക്, ഞങ്ങളിപ്പോ വരാം. നല്ലോണം ഇൻഫെക്ഷൻ ഉണ്ട്. ഈ മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ആ ശരി. എന്താ? ദേ, എവക്കൊരു സംശയം. ചോദിക്ക്. അച്ഛനിരിക്കൂ. വേണ്ട, ചോദിക്കേ. ഊർമിളയുടെ സ്കാൻ കഴിഞ്ഞ് റിസൾട്ട് വന്നില്ലേ? അവക്കൊരാഗ്രഹം. നിനക്കത് പുറത്തു പറയാൻ പാടില്ലെന്നറിയാം. എങ്കിലും അവൾ ആഗ്രഹം പറഞ്ഞപ്പോ എനിക്കും തോന്നി ഒന്നറിഞ്ഞാ കൊള്ളാന്ന്. എന്തിനാമേ വെറുതെ ഇത്രയും മുഖവുര? അമ്മ കാര്യം പറ. വേറൊന്നുമല്ല, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനൊരാഗ്രഹം. ഏതായാലും ഒന്ന് തന്നെ. എങ്കിലും അമ്മമാർക്കൊരാകാംക്ഷ ഇല്ലാണ്ടിരിക്കുവോ? എന്നാൽ ആകാംക്ഷ വേണ്ട, കുട്ടിയാണാ. കഴിഞ്ഞ സ്കാനിങ്ങിൽ ഞാനത് അറിഞ്ഞു. പിന്നെ പറയായിരുന്ന. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആൺകുട്ടി ആയിരിക്കുമെന്ന്. താൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ടീച്ചറെ. സാധാരണ ഈ കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന സ്ത്രീകളാ. വാ. അമ്മേ, ശ്യാമേട്ടൻ എന്തു പറഞ്ഞമ്മേ? കണ്ണനാ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ആന്റിയോട് മോള് പിണക്കാട്ടോ. എന്തിനാ?
എങ്കിലും മോളോട് ആന്റി പറഞ്ഞില്ലല്ലോ. എന്ത്? മോൾ അറിഞ്ഞു കേട്ടോ? ആന്റിയുടെ വയറ്റിലൊരു കുഞ്ഞാവ കിടക്കല്ലേ. മോളോട് ഇതാരാ പറഞ്ഞേ? അതൊക്കെ മോൾ അറിഞ്ഞു. ഈ കുഞ്ഞാവ വരുമ്പോ ആന്റിക്ക് മോളോട് ഇതുപോലെ ഇഷ്ടമുണ്ടാവോ? ഇവിടെ ഇരുന്ന് ഇതുപോലെ കളിക്കാനൊക്കെ സമ്മതിക്കോ? അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ആന്റിക്കത് വിഷമായിട്ടോ? മോൾ എന്റെ മൂത്ത മോളാ. ഇനി വരുന്ന വാവ മോളുടെ അനിയനാ, കുഞ്ഞനിയൻ. മോളാ അവനെ കളിപ്പിക്കേണ്ടതും ആഹാരം കൊടുക്കേണ്ടതും ഒക്കെ. എന്താ ചെയ്യില്ലേ? അവൻ മോളെ പിച്ചുവോ? ഇല്ല, അവൻ പാവല്ലേ. എങ്കിൽ മോൾ അവനെ കുളിപ്പിക്കും, കണ്ണെഴുതിക്കും, പൊട്ടുതൊടും. എന്നിട്ട് ചിന്നുമോളെ നോക്കുന്നത് പോലെ നോക്കും. മോൾ അവനെ കരയിക്കരുത് കേട്ടോ. ഇല്ല. മോടെ കുഞ്ഞനിയനെ മോള് കരയിക്കുവോ? ആന്റി ഇവിടെ ഇരിക്കെ. മോള് പോയി ബുക്കും പെൻസിലും എടുത്തിട്ട് വരാം. എന്നിട്ട് മോള് ആന്റിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞനിയനെ വരച്ചു തരാം. എന്താ? ശരി. ഹലോ, എന്ത് ഉറങ്ങിയില്ലേ? ഇല്ല, അതെന്താ? ഉറക്കം വരുന്നില്ല. അതെന്താ ഉറക്കം വരാത്തെ? എന്താന്നറിയില്ല, ഓരോന്നും ഓർത്ത് കിടക്കായിരുന്നു. എന്താ ഓർത്ത് കിടന്നത്? ഈ പള്ളിക്കൽ രാമകൃഷ്ണൻ മറ്റോ ആണോ? എന്ത് രാമകൃഷ്ണേട്ടാ ഇത്? രാമകൃഷ്ണേട്ടനെ മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ? അല്ലാതിരിക്കട്ടെ, എല്ലാരും ഉറങ്ങിയോ? ആ, എന്നാ വാ, നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. വാ 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 വാ. ആ ലക്ഷ്മി കാരണം പകല് ഒരു വകയെ സംസാരിക്കാൻ പറ്റില്ല. പിന്നാലെ പാത്തും പതുങ്ങി നടക്കയല്ലേ. തന്നെ കണ്ട ഒന്നും നോക്കാൻ പോലും പാടില്ലെന്ന അവളുടെ ഉത്തരവ്. എന്നെ അവക്കറിയില്ല. ശരിക്കും എന്റെ ദേഷ്യം ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, അന്ന് ഇവള് പൊറുതി ഒഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ ഈ രാമകൃഷ്ണൻ വേണ്ടാന്ന് വെച്ചിട്ടാ. ആർക്കറിയോ? ഓ രാമകൃഷ്ണേട്ടാ, ഇതൊക്കെ രാമകൃഷ്ണേട്ടൻ വെറുതെ പറയുന്നതാ. ഓ എളിമ. ഇത് ലോകരറിഞ്ഞ അരേ നിന്നെ അവര് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. പിന്നെ നമ്മളിങ്ങനെ എത്ര കാലം സംസാരിച്ച് കാലം തീർക്കുന്നേ. നമുക്ക് നിന്റെ റൂമിലോട്ട് പോവാം. അപ്പൊ പിന്നെ ആരും അറിയേയില്ല. അയ്യോ രാമകൃഷ്ണേട്ടാ, ആരോ എഴുന്നേറ്റെന്ന് തോന്നുന്നു. അയ്യോ, ആ കാന്താരി ആയിരിക്കും. പണ്ടാരത്തിന് രാത്രിയായ ഉറക്കമില്ലേ? എനിക്ക് അങ്ങോട്ട് നേരം. അവളെ ഇന്ന് ഞാൻ ഇല്ലല്ലോ. അപ്പൊ ഒന്ന് തന്നെ അപ്പുമായിട്ട് കൊഞ്ചയും കുഴയും ലോഹ്യം കൂടുകയൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷെ രാമകൃഷ്ണൻ നിനക്കാരാ? അപ്പുന്റെ ഏട്ടൻ. സ്നേഹ അനിയനുമായി പങ്കുവെക്കുമ്പോ അതിലൊരൽപ്പം ചേട്ടനും കൂടി കൊടുത്തു എന്ന് കരുതി എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അത് നിന്റെ കാഴ്ചപ്പാടില് എന്ന് കരുതി മറ്റുള്ളവരും ഇതേ ലാഘവത്തോടെ തന്നെ കാര്യങ്ങൾ നോക്കിക്കാണുമെന്ന് കരുതണ്ട. ആരായി മറ്റുള്ളവര്? അറിയില്ലേ ആരാണെന്ന്? എന്റെ സ്ഥാനത്ത് ഇപ്പൊ ലക്ഷ്മി ആണെങ്കിലോ ഈ കാഴ്ച കണ്ടുവന്നത്. അത് പ്രതീക്ഷിച്ച ഞാൻ നിന്നത്. ആരോ വരുന്നു മനസ്സിലായപ്പോ അത് ലക്ഷ്മി എന്ന് ഉറപ്പിച്ചതുവാ. പ്രതീക്ഷ തെറ്റിയപ്പോ വലിയ നിരാശയായി കാണും. പിന്നെ കാണാതിരിക്കോ? കടുത്ത നിരാശയുണ്ട്. നല്ലൊരു തല്ല അപ്പുന്റെ അച്ഛൻ വന്നത് കാരണം നഷ്ടമായത്. അപാര ജന്മം തന്നെ. പകൽ ഉറക്കമില്ല, രാത്രിയും ഇല്ല. ഈ ഉറക്കമില്ലായ്മ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല.
കുറെ നാളായി ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ട്. ഇപ്പോ ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ അലിയ ഞാൻ. എന്ന് കരുതി എന്ന് ഈ അലച്ചിലുണ്ടാവില്ലെന്ന വിശ്വാസം. ശാന്തമായി ഉറങ്ങും ഞാൻ. പകരത്തിന് പകരം ചെയ്തു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അന്ന് നന്നായിട്ട് ഉറങ്ങും. അതിന്റെ മുന്നോടിയായിട്ടുള്ള ചില ചെറിയ നമ്പരാ ഇതൊക്കെ. പേടിക്കണ്ട, അപ്പൻ്റെ അച്ഛനെ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇവിടെ നടക്കുന്നതൊക്കെ കണ്ണും കാതും കൂർപ്പിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യ. ഒക്കെ കണ്ടും കേട്ടും ആസ്വദിക്കുക. എന്നെ നോക്കി മുഖം ചോപ്പിക്കുന്ന നേരത്ത് അപ്പൻ്റെ അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? ഇവിടെ നടന്നതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ലക്ഷ്മി ഒന്ന് അറിയിക്കോ? പിന്നെ സംഭവിക്കുന്നത് എന്തായാലും അത് നമുക്ക് ഒരുമിച്ചിരുന്ന് കണ്ടിച്ചിരിക്കാം. ഒരു കാര്യം പറയാം, ക്ഷമിക്കുന്നതിന് മനുഷ്യനെ തോളിച്ചവിട്ടി കയറാൻ നോക്കരുത്. അത് മറ്റുള്ളവരുടെ കഴിവുകേടായും കരുതരുത്. ജീവിതം കുറെ ആസ്വദിച്ചു കഴിഞ്ഞവനാ ഞാൻ. ഇനിയിപ്പോ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയിന്ന് വെച്ച് വലിയ നഷ്ടമൊന്നും വരാനില്ല. എന്നാ കൊല്ലണം. അച്ഛന്റെ കയ്യിൽ നിന്ന് മരണം സംഭവിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നത്. മരിക്കുമ്പോഴും ആശ്വസിക്കാമല്ലോ, നല്ലൊരു മനുഷ്യൻ ആ കൃത്യം ചെയ്തേന്ന്. വെറുതെ എന്റെ നേരെ കയർക്കണ്ട. അതുകൊണ്ട് സ്വന്തം ആരോഗ്യം കളയാന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല. ഇവിടെ ഇങ്ങനെ പലതും നടക്കും, കാണാനും കേൾക്കാനും പാടില്ലാത്തതൊക്കെ. ആത്മാഭിമാനവും അന്തസ്സും മറ്റുള്ളവരുടെ മുന്നിൽ അടിയറ വെച്ചിട്ട് വന്ന നാണവും മാനവും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ തമാശയായിട്ട് അതിനെ കണ്ടാ മതി. അതല്ല, ഇനി ഇവിടെ നടക്കുന്നതൊക്കെ കാണാൻ പാടില്ലാത്ത കാഴ്ചയായിട്ട് തോന്നുന്നെങ്കിൽ കണ്ണും പൊത്തി നിൽക്കുക. സോറി, എന്റെ പക്കൽ നിന്ന് ഇത്രയൊക്കെ മാന്യത പ്രതീക്ഷിച്ചാ മതി. ഓക്കെ അപ്പൻ്റെ അച്ഛ, ഞാനൊന്ന് കിടന്നു നോക്കട്ടെ. ഉറക്കം വരികയാണെങ്കിൽ കുറച്ച് സമയം ഉറങ്ങാം. ഗുഡ് നൈറ്റ്.